അപ്പൊ ഇന്നൊരു കസ്റ്റമർ റിവ്യൂ എന്നൊക്കെ നമ്മുടെ ബ്രൈഡ് ആട്ടോ. മോളെ എന്തൊക്കെ പർച്ചേസ് ചെയ്തടാ നമ്മുടെ അടുത്ത് നിന്ന്? ഇന്ന് ഇത് മാത്രമേ ഇവിടുന്ന് ഇന്നത്തെ ദിവസം ഇതാ പർച്ചേസ് ചെയ്ത്. പിന്നെ വെഡിങ്ങിന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് സാരിയും പിന്നെ ഷറാറ അതുപോലെ 2-3 ചുരിദാർ. അത് എന്ന് വന്നാ മോളെടുത്ത? അത് ഒരു 1 വീക്കിന് മുമ്പ് വന്നെടുത്തായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് വന്നെടുത്തായിരുന്നു. ചെറുക്കന്റെ വീട് എവിടാ? അവിടെ അടുത്ത് തന്നെ കായംകുളം അല്ലേ? മോളെന്ത് പഠിക്കുകയാണ്? ഞാൻ വർക്ക് ചെയ്യുക, ലാബിൽ വർക്ക് ചെയ്യുക. ആണോ? ശങ്കേഴ്സ് ലാബിൽ വർക്ക് ഓക്കെ. മോളെ അന്നേരം നമ്മുടെ വെഡിങ് സാരി ഒക്കെ എടുത്തിട്ട് മോള് സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? സാറ്റിസ്ഫൈഡ്. ഒരു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ വന്നിട്ട് ഐറ്റംസ് എല്ലാം? എങ്ങനെ ആണ്? നമ്മളെപ്പോഴും എല്ലാ റിവ്യൂലും ഇതാ പറയുന്നത്, പക്ഷെ എങ്കിലും സത്യസന്ധമായി പറയല്ലേ. ഇതിന് മുമ്പേ നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതല്ലേ? ഫസ്റ്റ് ടൈം അല്ലല്ലോ? നേരത്തെ തൊട്ട് പർച്ചേസ് ചെയ്യുന്നേ അല്ലേ? ഓക്കെ. പിന്നെ കസ്റ്റമർ സർവീസും ഒക്കെ എങ്ങനെയുണ്ട്? ചേച്ചിമാരൊക്കെ കഴിഞ്ഞ ദിവസം തൊട്ടേ എന്റെ കൂടെ നിന്ന് ഓടി നടന്ന്. താഹിറായും നിസാമോളും അശ്വതിയാണല്ലേ? എല്ലാരും ഉണ്ടാ? നീ ഉണ്ടാ? ഇവിടെ വാ, അതിനും തഞ്ഞു വാ. ഇതെന്റെ ഒരു ഡിസൈനർ കുട്ടിയാട്ടാ. ഇന്നലെ എന്റെ കൂടെ 1 മണി വരെ രാത്രിക്ക് വീഡിയോക്ക് ഇന്ന ആളായത് കേട്ടാ. കഷ്ടം, ഒത്തിരി ലേറ്റ് ആയല്ലേ മോളെ ഇന്നലെ പോയത്. എന്റെ കൂടെ ഞാൻ പറഞ്ഞ മോള് പോന്നേ പോയിക്ക. അല്ല മേഡം, ഞാൻ നിന്നോളാം, എനിക്കിതൊക്കെ പഠിക്കണ്ടേന്ന് പറഞ്ഞ് എന്റെ കൂടെ തന്നെ നിന്നല്ലേ. അപ്പം അത്രയും പിള്ളേരൊക്കെ നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്, അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ വേറെന്താ മോളെ, വരാനുള്ള കസ്റ്റമർക്കൊക്കെ വന്നെടുക്കാനൊക്കെ? വീഡിയോ കണ്ടിട്ട് വരുന്നത്. കാരണം അങ്ങനെ വീഡിയോ കണ്ടിട്ടാ വരുന്നത്. ആന്നില്ലേ? വീഡിയോ കണ്ടിട്ട് വന്നാല് വീഡിയോ കാണുന്നവരുള്ളൊരു ടെൻഡൻസി വരും. വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മള് വീഡിയോ മാത്രമല്ല, എല്ലാരും വീഡിയോ മാത്രം കണ്ടിട്ടല്ല ഇവിടെ വന്ന് കസ്റ്റമർ സർവീസ് ആണെങ്കിലും പിന്നെ സാധനമാണെങ്കിലും എല്ലാം നമുക്ക് ഇട്ട് നോക്കുമ്പോ അതനുസരിച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ ചേച്ചിമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്ന് നമ്മളെ ഗൈഡ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഇപ്പൊ തന്നെ അത് അവൾ ഇന്ന് ഇതിനു വേണ്ടി നമ്മളെടുത്തത്. ഇത് ഏത് ഫംഗ്ഷന് വേണ്ടിയാ? ഇതേത് ഫംഗ്ഷൻ? മൈലാഞ്ചിക്ക് വേണ്ടി എടുത്തത് ആണല്ലേ? അപ്പൊ ലൈറ്റ് ഷെയ്ഡ് അവിടെ ഫേസിന് അതാണ്ടോ ചുമ്മാതിക്ക് ഒന്നും ഇട്ടില്ല. ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞ മോളെ ഒരു ഇച്ചിരി ലിപ്സ്റ്റിക് റെഡി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് കൊടുത്തേട്ടാ ലിപ്സ്റ്റിക്. അത് റേറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നുള്ള ഒരു റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാ. നമ്മള് തീരെയും ലോക്കലും എന്നാലും ഒരുപാട് കൂടുതലും അല്ല, ഒരു മിഡിൽ നിൽക്കുന്ന നല്ല എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളും ഒക്കെയാ വന്നേക്കുന്നത്. ഒരു ബ്രൈഡ് നിന്നാണ് ഇതുപോലെ പറയുന്നത്. അപ്പൊ ഈ കോൺഫിഡന്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ റേറ്റും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റേറ്റും കാര്യങ്ങളും ഒക്കെയാ. ഇതാണെങ്കിലും എനിക്ക് സൂട്ടാവും, ഡ്രസ് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും എന്തുകൊണ്ടും കംഫർട്ട് ആയിട്ടുണ്ട്. ഒത്തിരി പറഞ്ഞ് നിങ്ങൾക്കും ബോറാവും. അപ്പൊ ഞങ്ങൾ പറയണോ? അപ്പൊ നിങ്ങൾ സന്തോഷപൂർവ്വം ഇങ്ങോട്ട് പോരല്ലേ? അത് തന്നെ അല്ലേ? അപ്പം വരാൻ ഒന്ന് സുറുമ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകും. നിങ്ങൾ പർച്ചേസ് ചെയ്യില്ല, എന്നാലും ഒന്ന് കാണാമെന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെ ഉണ്ടെന്നുള്ള അല്ലേ? അത് മതിയല്ലോ, അല്ല നമ്മൾ എടുക്കാനൊന്നും പറയുന്നില്ല. അപ്പം എല്ലാരും മോള് കായംകുളമല്ലടാ വീട്? കായംകുളത്ത് ഓൾറെഡി നമുക്ക് ഒത്തിരി കസ്റ്റമർ ഉണ്ട് മോളെ, ഒത്തിരി ഉണ്ട്. അപ്പം ഇനിയും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇവരുടെയൊക്കെ വിവാഹത്തിന് നമ്മൾ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. സന്തോഷമുള്ളൊരു ജീവിതം അല്ലേ? ഇവിടെ സുറുമയുടെ ബ്രൈഡായിട്ട് പോകുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ സന്തോഷം ഹാപ്പിയോട് പറയണ്ടേ. നല്ലൊരു ജീവിതം മോക്കുണ്ടാവട്ടെ, എല്ലാവിധ ആശംസകളും നൽകുന്നു. എന്റെ പിള്ളേർക്കും അവരെ സപ്പോർട്ട് ചെയ്യണ്ടേ. അപ്പൊ ഓക്കെ, എല്ലാവർക്കും കൂടെ ഒന്ന് ബൈ പറയാം. ബൈ.